നമ്മളിന്ന് കാണിക്കുന്ന ഒരു BS3 ക്ലാസിക്കാണ്. അപ്പോൾ BS3 ക്ലാസിക്ക് വാങ്ങിക്കുന്നവരും ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളെ മുന്നേ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിപ്പം നമ്മുടെ അടുത്ത് കുറച്ച് ലോങ് എന്ന് വന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് പിക്കപ്പ് ഇല്ല. എന്ത് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് എൻജിൻ 2 പ്രാവശ്യം അയച്ചെന്ന് പറഞ്ഞ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നിസ്സാര പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത്. നിസ്സാര പ്രശ്നം എന്ന് പറഞ്ഞാൽ മെക്കാനിക്സിൻ്റെ അശ്രദ്ധ മൂലം അല്ല അറിവില്ലായ്മ മൂലം ചെയ്തു വെച്ച വർക്കിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു ഈ വണ്ടിക്ക് പിക്കപ്പ് കുറഞ്ഞത്. ബാക്കി അവർക്ക് ഒരുപാട് വർഷങ്ങൾ കാണിച്ചിട്ട് ഇതിൻ്റെ പ്രശ്നമൊന്നും ഷൂട്ട് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും അത് ഞാൻ ഓടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ BS3 വണ്ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ വണ്ടിയാണ്. BS3 നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ റോയൽ എൻഫീൽഡ് ക്ലാസിക്, റോയൽ എൻഫീൽഡ് യൂസ് ഇറങ്ങിയ ആ സമയത്തുള്ള ഫസ്റ്റ് ജനറേഷൻ വണ്ടിക്കാണ് BS3 വണ്ടി എന്ന് പറയുന്നത്. BS3 എന്നാൽ കാലഘട്ടത്തിന് സമയത്തിന് പീരീഡാണ്. പക്ഷെ എന്നാലും ആ വണ്ടികളാണ് BS3. 2017 വരെ ഇറങ്ങിയിട്ടുള്ള വണ്ടികളൊക്കെ BS3 കാറ്റഗറി പെടുന്ന വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് BS3 എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ജെൻ വണ്ടി. അല്ല, BS3 എന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടിയും ഫസ്റ്റ് വണ്ടിയല്ല. റോയൽ എൻഫീൽഡ് ക്ലാസിക് സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് വണ്ടിയാണ് BS3 പെടുന്നത്. അപ്പം ഇതിലുണ്ടായിരുന്ന വിഷയങ്ങൾ 1-2 പ്രശ്നങ്ങൾ തീർക്കാനുണ്ട്. പൂർണ്ണമായിട്ടും ആയിന്ന് ഞാൻ പറയില്ല. കുറച്ച് ചെറിയൊരു ലാഗ് കൂടെ ഉണ്ട്. പക്ഷെ അതുകൂടി തീർത്തിട്ട് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഈ വണ്ടിയിലുണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ വാക്വം പിസ്റ്റനായിരുന്നു. പിസ്റ്റൺ വാൽവായിരുന്നു. പിസ്റ്റൺ വാൽവ് ഹാർഡായി പോയതായിരുന്നു പ്രശ്നം. പറയുമ്പോൾ പിന്നെ കാർബറേറ്റർ ട്യൂണിങ് വലിയൊരു വിഷയമായിരുന്നു. കാർബറേറ്റർ ട്യൂണിങ് കറക്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ആ ഡിസ്ട്രിക്റ്റിൽ എല്ലാ വർക്ക്ഷോപ്പിലും കൊണ്ട് കാണിച്ചെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ കസ്റ്റമർ ശരിക്കും വണ്ടിയോട് മടുത്തു. ഒരുപാട് പൈസ അവിടെ ചിലവാക്കിയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആയി മാറി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വണ്ടിയോ അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് എത്തിയത്. ഏതായാലും ആ വണ്ടി ഇപ്പം ഒരു പ്രശ്നമില്ലാതെ നല്ല പെർഫോമൻസിൽ ഓടുന്നുണ്ടെന്നുള്ളതാണ്. കാർബറേറ്ററിൻ്റെ ട്യൂണിങ്ങും കാർബറേറ്ററിൻ്റെ പിസ്റ്റൺ വാൽവാണ് ഇതിന് പ്രശ്നം. ഈ ഒരു വണ്ടിക്ക് പ്രശ്നം ബാധിച്ചത് ഈ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് വണ്ടിയുടെ എഞ്ചിനായി കഴിച്ചു 2 പ്രാവശ്യം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഞാനും കുറ്റപ്പെടുത്തുമൊന്നുമല്ല. അപ്പോൾ കൂടുതൽ ആളുകളും റോയൽ എൻഫീൽഡിൻ്റെ ബോർഡും വെച്ചിട്ട് റോയൽ എൻഫീൽഡിൻ്റെ വണ്ടിനെ പറയിപ്പിക്കാനായിട്ട്, അതായത് റോയൽ എൻഫീൽഡിൻ്റെ ബ്രാൻഡിനെ പറയിപ്പിക്കാൻ വർക്കെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് എനിക്ക് പറയാനുള്ളത്. ഞാൻ എല്ലാം തികഞ്ഞ ആൾ എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എന്നാലും നമുക്കൊക്കെ അതായത് കൂടുതൽ കസ്റ്റമൈസിന് പറ്റുന്ന ഒരു അമ്മടി എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും 10 രൂപ കുറഞ്ഞ് അവിടേക്ക് പോയി വണ്ടി കൊണ്ടേ കയറ്റും. അപ്പോൾ ഈ 10 രൂപ കുറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ മെഡിക്കൽ കോളേജിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഫീസ് കുറയുന്നത്? ചുരുക്കി ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള കാരണം? അതിന് കാരണം മെയിനൊന്നുമില്ല, നമ്മളെ ശരീരം അവർക്ക് പഠിക്കാൻ വിട്ടുകൊടുക്കുന്നുള്ളതാണ്. അതായത് നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റും അവരെ പഠനവിധേയമാണ്. അപ്പോൾ അതുമാതിരി ലേബർ കോസ്റ്റും മറ്റും കുറയുന്ന ഇടം നോക്കി അതല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള 90% വർക്കേഴ്സും നിങ്ങളെ വണ്ടിയിൽ നമ്മൾ പഠിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് കിട്ടുന്ന പൈസ ലാഭം, അതേമാതിരി ഒരു പഠിക്കാർ വണ്ടിയും കിട്ടുകയാണ്. നമ്മളെപ്പോഴും ഒരു വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു ഏബിളായിട്ടുള്ള മെക്കാനിക്സ് ഉണ്ടോ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെക്കാനിക്സ് ഉണ്ടോ എന്നറിയാം. അപ്പോൾ ഓരോ കാറ്റഗറിക്ക് ഓരോ മെക്കാനിക്സിൻ്റെ അതായത് അപ്ഡേറ്റ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മളെ വർക്കിൻ്റെ കാര്യങ്ങൾ ഒരുപാട് അപ്ഡേഷൻ ആവശ്യമാണ്. കാലികമായിട്ട് അപ്ഡേഷൻ വരുത്തിയാൽ തന്നെ ആ റോയൽ എൻഫീൽഡ് പറഞ്ഞാൽ ആ റോയൽ എൻഫീൽഡ് മെക്കാനിക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പഴയ വണ്ടികൾ മാത്രം എടുത്തിട്ടാണ് എനിക്ക് എക്സ്പീരിയൻസ് എങ്കിൽ പുതിയ വണ്ടിൻ്റെ കഴിവൊക്കെ നമുക്കറിയില്ല. അപ്പം ചില ആളുകൾ തെറ്റിദ്ധരിച്ചായിട്ട് പോയിട്ട് ബുള്ളറ്റ് റോയൽ എൻഫീൽഡ് മെക്കാനിക് ആണല്ലോ എന്ന് കരുതി അവിടെ കൊണ്ടുകൊടുക്കുന്ന ആളുകളുണ്ടാകും. അവർക്ക് ന്യൂജൻ വണ്ടികളുമായിട്ട് യാതൊരു ടച്ച് ഉണ്ടാവില്ല. ഇതിൻ്റെ ടെക്നോളജി എന്താണെന്ന് അറിയില്ല. അതെങ്ങനെയാണ് പണിയെടുത്ത് ഫലിപ്പിക്കാമെന്ന് കറക്റ്റായിട്ട് അവർക്ക് അറിയില്ല. അങ്ങ് കൊണ്ട് ചെയ്ത് നോക്കും, സക്സസ് ആയി അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അപ്ഡേഷൻ നടത്തുക. മെക്കാനിക്സിന് ഇതാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഓരോ വർക്കിൽ അപ്ഡേഷൻ നടത്തുക. ഓരോ വണ്ടി വരുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, പഠിക്കുക. എന്നിട്ട് കസ്റ്റമൈസിൻ്റെ വണ്ടി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഒരിക്കലും കസ്റ്റമൈസിൻ്റെ വണ്ടി ഒരിക്കലും ഒരു പഠനവിധേയമാക്കരുത്. അങ്ങനെയാണ് നമുക്ക് കൂടുതൽ വാഹനങ്ങൾ റോയൽ എൻഫീൽഡ് എന്നുള്ളതല്ല, കാറിൻ്റെ സെക്ഷൻ ആയാലും ഏതൊരു വാഹനത്തിൻ്റെ സെക്ഷൻ ആയാലും കൂടുതൽ സംഭവിക്കുന്നത് തന്നെയാണ്. നമ്മളെ വണ്ടി അവിടെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കും. അവർ പഠിച്ചിട്ട് മാക്സിമം ചെറിയൊരു കംപ്ലയിൻറ്റിന് പോയ വണ്ടികൾ വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് കസ്റ്റമറുടെ പൈസ വീണ്ടും പോകുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഇതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ
നമ്മൾ എല്ലാം പഠിച്ച് എല്ലാം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു മെക്കാനിക്സ് ആണെങ്കിൽ 10 രൂപ അധികം വാങ്ങിക്കുകയും ചെയ്യും. അങ്ങനത്തെ ആളുകളെടുത്ത് ആളുകൾ പോകാൻ മടിയുണ്ടാവുക. കാരണം എന്താ, അവിടെ 10 രൂപ കൂടുതലാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരെ ആ ഒരു അറിവിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. അപ്പോൾ പൈസ കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വർക്ക് നിങ്ങൾ വണ്ടീൻ്റെ മുകളിൽ കിട്ടുന്നുള്ളതാണ്. മറ്റൊരു വണ്ടി എടുത്തിട്ട് ഒരു പണി ഒരു 50 രൂപേൻ്റെ പണി എടുത്തിട്ട് അത് തീർക്കാൻ വേണ്ടി 500 രൂപ മുടക്കേണ്ട അവസ്ഥയാണ് ഭൂരിഭാഗം വാഹനങ്ങളിലുണ്ടാവുന്നത്. ബുള്ളറ്റ് എന്ന് പറഞ്ഞ വാഹനം, റോയൽ എൻഫീൽഡ് വാഹനം ഓടിക്കുന്നത് വെറും ഒരു ബൈക്ക് മാതിരി ഓടിയാൽ പോരാ എന്നുള്ളതാണ്. നമ്മളൊരു റോയൽ എൻഫീൽഡ് എന്ന വാഹനം ഓടിക്കുമ്പോൾ ഒരു ബാക്കിയുള്ള വാഹനങ്ങളുമായി ജസ്റ്റ് 2 വീലങ്ങ് ഓടിയാൽ പോരാ. അങ്ങനെയാണ് ഈ വണ്ടി ഓടുമായിരുന്നു. ഈ വണ്ടി ഓടുന്നവർ കുഴപ്പമില്ല. എൻ്റെ പെർഫോമൻസ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ആ ഒരു എഫക്റ്റ്, ആ ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഓടിക്കുന്നൊരു എഫക്റ്റ് പൂർണ്ണമായും നഷ്ടപ്പെട്ട രീതിയിലായിരുന്നു വണ്ടി നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പം റോയൽ എൻഫീൽഡായിട്ട് ആ ഒരു ടോർക്കും കാര്യങ്ങളും ആ ഒരു റൈഡിങ് കംഫർട്ടും ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റിയും കംഫർട്ടും അതിൻ്റെ എല്ലാ ടോർക്കും നിലനിർത്തിക്കൊണ്ടുള്ള സർവീസിന് നമുക്ക് ആ വണ്ടി കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നമുക്കതിൻ്റെ പ്രോപ്പറായിട്ട് തിയറിക്കലായാലും എക്സ്പീരിയൻസ് ആയാലും രണ്ടും ഉണ്ടെങ്കിൽ തന്നെ അത് പണിയെടുത്ത് ഫലിപ്പിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും പ്രോപ്പറായിട്ട് വർക്കെടുക്കുന്ന ആളുകളുടെ അടുത്ത് കൊടുത്തിട്ട് നിങ്ങൾ കംപ്ലയിൻസ് തീർക്കാൻ നോക്കുക. ആ കംപ്ലയിൻസ് തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി നല്ല സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ BS3 വണ്ടി എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അത് പഴയ മോഡൽ വണ്ടി റോയൽ എൻഫീൽഡ് ഇന്ന് വരെ ഇറക്കിയതിൽ വെച്ച് ഏറ്റവും ക്വാളിറ്റി എന്ന് എനിക്ക് പറയാവുന്ന ഒരു സെക്ഷനാണ് പഴയ മോഡൽ വാഹനങ്ങൾ. അന്നൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ബാച്ച് ഏതൊരു വാഹനം ഫസ്റ്റ് ബാച്ച് ഇറങ്ങുന്ന സമയത്ത് ക്വാളിറ്റി ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി പിന്നീട് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഞാനിപ്പോൾ എല്ലാ വണ്ടിയും എടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോൾ അങ്ങനെ തീർത്ത് പറയാനൊന്നും പറ്റില്ല. എങ്കിലും എനിക്കൊരു ഡൗട്ടുണ്ട് ആ ഒരു ക്വാളിറ്റി പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയോ എന്നുള്ള കാര്യത്തിൽ. കാരണം ബൾക്ക് പ്രൊഡക്ഷൻ വരുന്ന സമയത്ത് ഏതൊരു സാധനത്തിന് ക്വാളിറ്റി കുറയും. പിന്നെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും റാൻഡം ടെസ്റ്റാണ് ഉണ്ടാവുക. പീസ് ടെസ്റ്റൊക്കെ ഒഴിവാകും, അതായത് ബൾക്കായിട്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത്. അപ്പോൾ അതിൽ പല സാധനങ്ങളും പല പ്രൊഡക്റ്റുകളും, അതായത് പിന്നെ ഡാമേജ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ടാവും, അത്ര ക്വാളിറ്റി ഇല്ലാതെ അത്ര പെർഫോമൻസ് തരാത്ത പ്രൊഡക്റ്റുകളുണ്ടാവും, പാർട്സ് ആണെങ്കിലും കൂടെ. അതൊക്കെ ഏതൊരു ബ്രാൻഡ് സംബന്ധിച്ചുള്ള ഇപ്പോൾ ഒരു നമുക്ക് എല്ലാവരും ഫേസ് നടക്കുന്ന പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ BS3 വണ്ടിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡ് എടുക്കുന്ന ഒരു തുടക്കക്കാരാണെങ്കിലും ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും ഏറ്റവും ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഓടിക്കാൻ സുഖമുള്ള ഒരു വണ്ടിയാണ് BS3 വണ്ടി. മാത്രമല്ല ഇപ്പോഴുള്ള ഏതൊരു BS4 BS6 വണ്ടിയേക്കാളും ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ വണ്ടിയും BS3 വണ്ടി തന്നെയാണ്. പിന്നെ അതിൻ്റെ മെയിൻ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, വണ്ടി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ എൻജിൻ അയച്ച് വർക്കെടുത്ത വണ്ടികളാണ് എങ്കിൽ നല്ല പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്യുക. പെർഫോമൻസ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ വണ്ടി എടുക്കുക. പിന്നെ ഓടിച്ചിട്ട് കറക്റ്റ് ഒരു 50ൻ്റെ മുകളിലൊന്നും വണ്ടി സ്റ്റഡി ആവുന്നില്ല എങ്കിൽ വണ്ടി ഒഴിവാക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കാനും ടോപ്പ് ഗിയറിൽ വണ്ടി ഓടിച്ച് നോക്കുക. ഒരു 45-50 ആയിട്ടും വണ്ടി ലാഗ് അടിച്ച് നിൽക്കുകയാണെങ്കിൽ വണ്ടി ഒഴിവാക്കുക. കാരണം അത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുള്ളൂ എങ്കിലും കൂടെ ചിലപ്പോൾ ആ ഒരു പ്രശ്നം കണ്ടുപിടിക്കാൻ വേണ്ടി നല്ലൊരു ഏബിളായിട്ട് മെക്കാനിക്സിൻ്റെ അടുത്ത് നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ ഒരുപാട് പൈസ വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒന്ന് ടോപ്പ് ഗിയറിൽ വണ്ടി ഓടിക്കുക. ഒരു 45 മുതൽ 50, അപ്പോൾ കുറച്ച് കിലോമീറ്റർ ഓടിയോണ്ട് 45 സ്റ്റഡി ആവും. ടോപ്പ് ഗിയറിലിട്ടൊരു വണ്ടി കറക്റ്റ് കുത്താതെ ഓടുന്നുണ്ടോ നോക്കുക. നല്ല രീതിയിൽ നല്ല ടോർക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വണ്ടി ഓടുന്നുണ്ടോ നോക്കുക. ആ ഓടുന്നുണ്ടെങ്കിൽ വണ്ടി നല്ല രീതിയിൽ ഓടുന്നു, നല്ല കുഴപ്പമില്ലാത്ത വണ്ടി എന്ന് പറയാം. ലോ ആൻഡ് ടോർക്ക് നോക്കുകയാണ്. പിന്നെ ഹൈ സ്പീഡും നോക്കുക കേട്ടോ. 100+ പിടിക്കാൻ പറ്റാത്ത നമ്മൾ റോഡിൽ ഇപ്പോൾ നടക്കുന്നൊരു വിഷയമല്ല ഇപ്പോഴത്തെ ഹൈ സ്പീഡ് ചെക്ക് ചെയ്യാന്നുള്ളത്. ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പെർഫോമൻസ് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ BS3 എന്നുള്ള ഫസ്റ്റ് ജനറേഷൻ വണ്ടി പിന്നെ മെയിൻറ്റെയിൻ, അതായത് റീസ്റ്റോർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക്, ഇപ്പോൾ പുതിയ വണ്ടി തന്നെ വേണമെന്ന് ആളുകൾ ആഗ്രഹമുള്ള, വൃത്തിയുള്ള വണ്ടി പഴയ വണ്ടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വൃത്തിയാക്കി എടുക്കാൻ പൈസ മുടക്കിയാൽ കാണുന്ന വണ്ടിയും ഓടിക്കാൻ സുഖമുള്ള വണ്ടിയും ബുള്ളറ്റിൻ്റെ എല്ലാ ഫീലും തരുന്ന വണ്ടിയുമാണ് ഈ റോയൽ എൻഫീൽഡ് എന്ന പഴയ മോഡൽ UC വണ്ടികൾ. പഴയ മോഡൽ CNG അല്ല, CNG കാര്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. UC വണ്ടി, BS3 വണ്ടി. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്സിനും പൊതുവേ BS4-നേക്കാളും BS6-നേക്കാളും ഒക്കെ പാർട്സിന് വില കുറവാണ്. എല്ലാ സംഗതി സൈലൻസർ വെച്ച് നോക്കുകയാണെങ്കിലും കാർബറേറ്റർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും കാർബറേറ്ററും സൈലൻസറും ഒക്കെയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരുന്നത്.
ഇവിടെ TCI യൂണിറ്റ് വെച്ച് നോക്കുകയാണെങ്കിലൊക്കെ വില കുറവ് തന്നെയാണ്. അതായത് വലിയ BS4 ആയിട്ട് വലിയ മാറ്റമില്ലെങ്കിൽ BS6 ഒരു നല്ല അന്തരം വരുന്നുണ്ട് പാർട്സിൻ്റെ കാര്യത്തിൽ. BS4 ചെറിയ രീതിയിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ, എന്നാലും മാറ്റം തന്നെയാണ്. ചില സാഹചര്യം ചില സമയങ്ങളിൽ ചിലപ്പോൾ ഒരു പാടത്തിൻ്റെ മുകളിൽ 100 രൂപ കുറഞ്ഞിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന സമയം നമുക്ക് ചിലപ്പോൾ ഉണ്ടാവും വണ്ടി വർക്ക് എടുക്കുന്ന സമയത്ത്. എല്ലാ സമയത്തും നമ്മൾ പൈസ ഉണ്ടായിക്കൊള്ളൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് BS3 വണ്ടികൾ എടുക്കുന്ന ആളുകൾ ഞാൻ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ആൻഡ് ടോർക്ക് നല്ലോണം ശ്രദ്ധിക്കണം. സ്റ്റാൻഡേർഡ് ആണ് എന്നുണ്ടെങ്കിൽ 40ൻ്റെ ചോടാവണം. 35, 30, 40, 50 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഒരു 30-35 കിലോമീറ്റർ സ്പീഡിൽ ടോപ്പ് ഗിയറിൽ ഓടണം ആ വണ്ടി. അത് 40ൻ്റെ മുകളിലാണ് ആ വണ്ടി ഓടുന്നതെങ്കിൽ ആ വണ്ടി നല്ലോണം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. പിന്നെ അതേമാതിരി ക്ലാസിക്കാണ് ഒരു 45-50ൻ്റെ മുകളിൽ 45 അതായത് 50,000 കിലോമീറ്ററിന് മുകളിലൊക്കെ ഓടിയ വണ്ടിയാണ് 40-45 സ്പീഡിൽ ടോപ്പ് ഗിയറിൽ ഓടും. വണ്ടി ലാഗില്ലാതെ, വണ്ടി ഇടിക്കാതെ, എൻജിൻ ഇടിക്കാതെ ടോപ്പ് ഗിയറിൽ വണ്ടി ഓടും. അങ്ങനെ ഓടുന്നുണ്ടെങ്കിൽ ആ വണ്ടി നല്ല പെർഫോമൻസ് എന്ന് മനസ്സിലാക്കാം. പിന്നെ ഇതൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഈ വിഷയം തീരുന്നില്ല എങ്കിൽ നിങ്ങളുടെ വിഷയം അത് വണ്ടിക്ക് പിക്കപ്പ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കംപ്രഷൻ ടെസ്റ്റ് ചെയ്യണം. 40,000 കിലോമീറ്റർ കൂടിയ വണ്ടിയാണ്, ഇതുവരെ ഹെഡൊന്നും അയച്ച് ക്ലീൻ ചെയ്തിട്ടില്ല എങ്കിൽ ഹെഡൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുക. ഡീകാർബണൈസ് ചെയ്യുക. ഡീകാർബണൈസ് ചെയ്യുന്ന സമയങ്ങളിലും കറക്റ്റായി ശ്രദ്ധിക്കുക. വർക്ക് അറിയുന്നിടത്ത് മാത്രം കൊടുക്കുക. റോയൽ എൻഫീൽഡ് പറഞ്ഞ ബോർഡ് വെച്ചിട്ട് സർവീസ് ചെയ്യുമെന്ന് പറയുന്നിടത്ത് പോയി ചാടി കയറി വണ്ടി കൊടുത്തേക്കരുത്. വണ്ടി എല്ലാ ഞെട്ട് ബോൾട്ടും അയച്ചു കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും ലൂസാകും. അതേമാതിരി എല്ലാ വണ്ടിയും ടൈറ്റാക്കാനും പറ്റും. അത് പ്രോപ്പറായിട്ട് ഓരോ ഭാഗങ്ങൾ വർക്കിംഗ് മനസ്സിലാക്കി വർക്കെടുക്കുന്ന ഒരുപാട് നല്ല മെക്കാനിക്സ് ഉണ്ട്. അവരെ തിരഞ്ഞു പിടിച്ച് വണ്ടി കൊടുത്ത് റോയൽ എൻഫീൽഡ് നിങ്ങൾ സർവീസ് ചെയ്യുക. കാരണം റോയൽ എൻഫീൽഡ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാ വണ്ടി മാതിരി ഒന്നുമല്ലല്ലോ. നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ പറയാമല്ലോ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ലോങ് പോയേക്കാം എന്നൊക്കെ തോന്നുന്നൊരു വണ്ടിയാണ്. അത്രയും ലോങ്ങൊക്കെ പോകാൻ സാധ്യതയുള്ള വണ്ടി ആയതുകൊണ്ട് റോയൽ എൻഫീൽഡ് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ശ്രദ്ധ മെക്കാനിക്സ് വെക്കണം. കാരണം അത് എപ്പോഴും ഏത് സമയത്ത് ഏത് ലോങ്ങും എടുത്ത് പോകാൻ പറ്റിയൊരു വണ്ടിയാണ്. ആ രീതിയിൽ അതിൻ്റെ സ്പെയർ പാർട്സ് ഒറിജിനൽ ഉപയോഗിക്കുക. എല്ലാ കാര്യങ്ങളും ജെന്യൂനായിട്ട് വർക്ക് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സ്ക്രിപ്റ്റഡ് അല്ല കേട്ടോ. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ വരുന്ന ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ അതേമാതിരി തന്നെ കാർബറേറ്റർ, സെൽഫ് മോട്ടർ, അതേമാതിരി ക്ലാസിക്കിന് സമയത്തോളം 1 വേ ക്ലച്ച് ഒക്കെയാണ്. ക്ലാസിക്കിന് സമയത്തോളം എക്സ്പെൻസീവായിട്ട് വരുന്നത് 4,700 രൂപയാണ് 1 വേ ക്ലച്ചിന് വരുന്നത്. സ്പ്രാക്ക് ക്ലച്ച് ബെയറിങ് അസംബ്ലിക്ക് വരുന്നത് 2,310 രൂപയാണ് ബെയറിങ് ഓൺലി വരുന്നത്. അത് സ്പ്രാക്ക് ക്ലച്ചിൻ്റെ 1 വേ ക്ലച്ചിൻ്റെ ബെയറിങ് തനിച്ചാണ് പോയത്, അത് മാത്രം വരുന്നത്. സ്റ്റാർട്ടിംഗ് മോട്ടറിന് 2,500 രൂപയാണ്. സ്റ്റാർട്ടിംഗ് മോട്ടറിന് ഇപ്പം കുറച്ചൊരു വില കുറഞ്ഞിട്ടുണ്ട്. GSTൻ്റെ ഭാഗമായിട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എല്ലാ പാർട്സിനും ചെറിയ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ആ ചെയിൻ സ്പ്രോക്കറ്റ് ആണെങ്കിൽ 2000 ക്ലാസിക്കാണ് 2000 സംതിങ് മാത്രമേ വരുന്നുള്ളൂ. സ്റ്റാൻഡേർഡ് 1900 സംതിങ് ആണ് ഇപ്പം പുതിയ റേറ്റ് വരുന്നത്. ഇപ്പോൾ കോമൺ ആയിട്ട് 320 തൊട്ടാണ് ബ്രേക്ക് ഷൂന് പുതിയ റേറ്റ്. 350 ആയിരുന്നു പഴയ റേറ്റ് ഉണ്ടായിരുന്നത്, വില ഉണ്ടായിരുന്നത്. അപ്പം പാർട്സിൻ്റെ വില എങ്ങനെയാണ്, സർവീസ് പാർട്സിൻ്റെ വില എത്രയത്ത് ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ BS3 എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഏത് BS3 വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 40,000 കിലോമീറ്റർ ഓടിയ വണ്ടി, 40,000, 50,000, 60,000, 70,000, 80,000 കിലോമീറ്റർ ഓടിയ വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാവുന്ന വണ്ടിയാണ്. റീസ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാനും, നല്ല രീതിയിൽ റീസ്റ്റോർ ചെയ്തിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് പുതിയ വണ്ടീനെ മാതിരി ഉപയോഗിച്ചെടുക്കാനും പറ്റും. റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് പൈസ മുടക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ പെയിൻറ്റിംഗ് ആണ്. പെയിൻറ്റിംഗ് ക്വാളിറ്റി നല്ലോണം ചെക്ക് ചെയ്യുക. എവിടെയാണോ ക്വാളിറ്റിയിൽ പെയിൻറ്റ് ചെയ്തിരുന്നത് 5 രൂപ അധികമായി കഴിഞ്ഞാലും അതെങ്കിൽ ലൈഫ് ലോങ്, അതായത് വർഷങ്ങളോളം നിലനിൽക്കുന്ന രീതിയിൽ ആ ഒരു ഭംഗി നിലനിൽക്കുന്ന രീതിയിൽ പെയിൻറ്റിങ് മാത്രം സെലക്ട് ചെയ്യുക. സെൽഫ് വൈസ് പെയിൻറ്റിങ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ പെയിൻറ്റിൻ്റെ ക്വാളിറ്റി വരെ അതിൽ ഏറ്റവും ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത്. മെയിൻ്റെനൻസ് ചെയ്ത കാര്യങ്ങൾ ടെക്നിക്കലി ആയിട്ട് ഞാൻ പറഞ്ഞില്ല, തിയറിക്കലായിട്ട് അറിവുള്ള മെക്കാനിക്സുകളും നമ്മുടെ നാട്ടിൽ നല്ലോണം ഉണ്ട്. ആ തിയറിക്കൽ നോളജുള്ള ആളുകളെടുത്ത് പോയിട്ട് എങ്ങനെയാണ്ട് സംസാരിച്ചാൽ തന്നെ അറിയാം അയാൾക്ക് തിയറിക്കൽ നോളജ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ തിയറിക്കൽ നോളജ് നല്ലോണം എല്ലാവരുടെ അടുത്ത് പോയിട്ട് വണ്ടികൾ ബാക്കിയുള്ളവർ എഞ്ചിന്മാർക്ക് എടുക്കണം നല്ലോണം ശ്രദ്ധിക്കുക. എഞ്ചിന്മാർക്ക് ഒരിക്കലും നിങ്ങൾ ഇൻഡസ്ട്രിയലുകാരെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്ന ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയത്. ഇൻഡസ്ട്രിയൽ പറഞ്ഞ് നമ്മൾ എടുപ്പിക്കണം. കണക്ടറോടായാലും പിന്നെ ആയാലും ബെയറിംഗ് ആയാലും അസംബ്ലി ആയിട്ട് തന്നെ മാറ്റാൻ ശ്രമിക്കുക. ഒരിക്കലും അത് ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്റ്റ് ഒരിക്കലും ബെയറിംഗ് എൻജിൻ ബെയറിംഗ് കേസൊക്കെ പിന്നെ കിറ്റൊക്കെ കംപ്ലീറ്റ് മാറ്റുക. 4,400 1,400 രൂപ മാത്രമേ എൻജിൻ ബെയറിംഗ് കിറ്റിന് വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ BS3 വണ്ടി
ഉപയോഗിക്കുന്നവരും മെക്കാനിക്സും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരു തുടക്കക്കാരാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല വണ്ടി BS3 വണ്ടി തന്നെയാണ്. നല്ല ലോ കിലോമീറ്റർ ഓടിയ വണ്ടികളോ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടികളോ എടുത്തിട്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് ഭംഗി കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ, ഒന്ന് വൃത്തിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. എന്നാലും പുതിയ വണ്ടിക്ക് മുടക്കുന്ന പൈസൻ്റെ പകുതി കൂടെ വരില്ല, അത്ര തന്നെ മെയിൻ്റെനൻസും വരില്ല. സിംഗിളായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ മെയിൻ്റെനൻസ് ഒന്നുമില്ലാത്ത വണ്ടിയാണ് റോയൽ എൻഫീൽഡ്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.